പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി നിൽക്കില്ല എന്നുള്ളതായിരുന്നു പൊതുവിൽ എല്ലാവരും കരുതിയത്. പക്ഷേ എന്നാൽ പാർട്ടിക്കകത്തു നിന്നും പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പിണറായി തന്നെ പ്രതിപക്ഷത്തെ നയിക്കണം, കാരണം ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മത്സരിച്ച ആൾ തന്നെ പ്രതിപക്ഷത്തെ നയിക്കണം, പ്രതിപക്ഷം വീക്കാവരുത്. പ്രത്യേകിച്ചും അംഗസംഖ്യയിൽ ഇടതുമുന്നണി വളരെ കുറവാണ്, CPIM വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷമുള്ള ഭരണപക്ഷത്തെ നേരിടുന്ന പ്രതിപക്ഷത്തിന് ഒരു മുതിർന്ന നേതാവ് തന്നെ നയിക്കണം. മാത്രവുമല്ല, ഭരണപരിജ്ഞാനമുള്ള 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് ജനവിധി മാനിച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷത്ത് ഇരുന്നുകൂടാ, പ്രതിപക്ഷത്തെ നയിച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം 10 വർഷം വഹിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്തോടെ ചേരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ തീരുമാനമെടുക്കേണ്ടത്. അത് കഴിഞ്ഞായിരിക്കും അത് ഇടതുമുന്നണിയിലേക്ക് അറിയിക്കലും ചർച്ചയുമൊക്കെ. ഏതായാലും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ വേണ്ടതില്ല എന്നുള്ളതാണ് ഈ അവൈലബിൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും താഴോട്ടേക്ക് നൽകിയ നിർദ്ദേശം. അതായത് സംഘടനാ രംഗത്തോ പാർലമെന്ററി രംഗത്തോ ഒരു വലിയ അഴിച്ചുപണി ഇപ്പോൾ നടത്തിയാൽ അത് തെറ്റായ സന്ദേശം നൽകും. കാരണം പാർട്ടി തിരുത്തണം, നേതൃത്വം മാറണം എന്നൊക്കെ പറഞ്ഞുള്ള ഫ്ലക്സ് ബോർഡുകളും പ്രചരണങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ പാർലമെന്ററി രംഗത്തെ പിണറായി വിജയൻ നയിക്കുകയും പാർട്ടി സംഘടനയെ MV ഗോവിന്ദൻ നയിക്കുന്നതും തുടരണം എന്നുള്ള നിലയിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം CPIM സംഘടനാപരമായി എടുക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഈ പ്രതിപക്ഷത്തെ ആര് നയിക്കണം, പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനമുണ്ടാകും. ഇതിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതുപോലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്വാഭാവികമായും ഇത്തരത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കേരളത്തിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആദ്യം യോഗം ചേരാറുണ്ട്. അവർ യോഗം ചേർന്നൊരു ധാരണയിലെത്തിയതിനു ശേഷം സെക്രട്ടേറിയറ്റിൽ ചർച്ചയിലേക്ക് പോവുകയാണ് ഉണ്ടാവാറ്. അങ്ങനെയാണ് പതിവ്. അത്തരം പതിവ് തന്നെ ആയിരിക്കും, സംഘടനാ രീതി കീഴ്വഴക്കം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ഏതായാലും പിണറായി പ്രതിപക്ഷ നേതാവാകില്ല എന്നായിരുന്നു നേരത്തെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം കളം വിട്ടു പോകരുത്, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന